12 പേരാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ പോരിനായി ഇറങ്ങുന്നത്. മുൻനിരയിൽ നിന്ന് 4 പേർക്കപ്പുറമുള്ള 8 പേരും എങ്ങനെ സ്വാധീനം ചെലുത്തുമെന്നുൾപ്പെടെ നിർണായകമാണ്. ഇംതിയാസ് കരീം നിലമ്പൂരിൽ നിന്ന് ചേരുകയാണ്. നിലമ്പൂരിലാകെ 17 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഡമ്മി സ്ഥാനാർത്ഥികളുണ്ട്. 12 പേരാണ് അതിനുശേഷം ഉണ്ടാവുക. ഇനി ആരൊക്കെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമെന്നുള്ളതൊക്കെ അവിടെ നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ 12 പേർ മുന്നണി സ്ഥാനാർത്ഥികളെ നമുക്കറിയാം. അതിനപ്പുറമുള്ള പേരുകൾ ആരൊക്കെയാണ്? അപരന്മാരുണ്ടോ? എന്താണ് പേരുകൾ? എന്താണ് വിവരങ്ങൾ? അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ആകെ 12 സ്ഥാനാർത്ഥികളാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഡമ്മി ഉൾപ്പെടെ കൂട്ടുമ്പോൾ അത് 17 സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിലേക്ക് വരും. 5 പേർ ഇതിൽ സ്വതന്ത്രരുമാണ്. അക്ഷയ ചോദിച്ചതുപോലെ തന്നെ ഇത്തവണ അപരന്മാരുടെ ഒരു വലിയ കൂട്ടമൊന്നും ഇത്തവണ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയിട്ടില്ല. അൻവർ സാരത്ത്, PV അൻവറിന് ഒരു അപരൻ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ സമയം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് അൻവർ സാദത്ത് എന്ന പേരിൽ ഒരാൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനാണെന്നാണ് മനസ്സിലാക്കുന്നത്. ചുങ്കത്തറ കേന്ദ്രീകരിച്ച് പ്രവർത്തനവുമൊക്കെയായി പോകുന്ന ഒരു പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും PV അൻവറിന് ഒരു അപരനുണ്ട്. അതുപോലെ തന്നെ മറ്റു 3 മറ്റു സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുന്ന സമയത്ത് അത്തരത്തോളം അപരന്മാരൊന്നുമില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാനും കഴിയും. അതോടൊപ്പം തന്നെ NDAക്ക് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് NDAയിൽ നിന്നൊരു ഘടകകക്ഷി എതിർപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവിടെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുമുണ്ട്. ശിവസേനയ്ക്കും SDPIക്കും ഹിന്ദു മഹാസഭയ്ക്കും SJDക്കും ഒക്കെ സ്ഥാനാർത്ഥികളുണ്ട്. SJD ആണ് ഇപ്പോൾ NDA ഘടകകക്ഷിയായിട്ടുള്ള SJD ആണ് ഇങ്ങനെ ഇപ്പോൾ ഒരു BJPക്കെതിരെയായിട്ട് മത്സരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. അവർ പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയുമായി കൂടിയാലോചന നടത്തുമ്പോൾ കേരള കോൺഗ്രസ് വിട്ടു വന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളോട് ചർച്ച ചെയ്തില്ല. ഒരു ഘട്ടത്തിൽ പോലും ഇവിടുത്തെ BJP തങ്ങളോട് സഹകരിച്ചിരുന്നില്ല എന്ന പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് അവരെന്തായാലും ഇപ്പോൾ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. പ്രധാനപ്പെട്ട മുന്നണികളിലേക്ക് വരുമ്പോൾ അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെ കൂടെ കൂട്ടിക്കൊണ്ടാണ് ഇത്തവണ മുന്നണി രൂപീകരിച്ചുകൊണ്ട് മത്സരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അൻവറിന്റെ പ്രചാരണത്തിലുടനീളം, അതായത് നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക് തഹസിൽദാരുടെ മുന്നിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വരുന്ന സമയത്ത് പോലും വലിയ ജാഥയും ആരവങ്ങളും ഒക്കെ ആയിട്ടാണ് എത്തിയത്. തൃണമൂലിന്റെ പതാകയ്ക്കൊപ്പം ആം ആദ്മി പാർട്ടിയുടെ പതാകയും ഉണ്ടായിരുന്നു. JJPM എന്നാണ് അദ്ദേഹത്തിന്റെ മുന്നണിയുടെ പുതിയ പേര്. അങ്ങനെയാണ് അൻവറിന്റെ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ M സ്വരാജാണ് ഇന്ന് ആദ്യമായിട്ട് നാമനിർദ്ദേശ പത്രിക ഇന്ന് രാവിലെ ആദ്യഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പ്രധാനപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാൻ, അതുപോലെ തന്നെ PP സുനീർ, PK സൈനബ അടക്കമുള്ള നേതാക്കളെല്ലാം M സ്വരാജിനൊപ്പം ഉണ്ടായിരുന്നു. സ്വരാജ് പറഞ്ഞത്, മുഖ്യമന്ത്രി ഇന്നലെ കൺവെൻഷനിൽ പറഞ്ഞത് തന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ഇഷ്ടപ്പെട്ടു. വിവരങ്ങൾ നൽകുന്നു. എന്തായാലും 12 സ്ഥാനാർത്ഥികളാണ് നിലവിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. മത്സരം ആരൊക്കെ തമ്മിലാണെന്നുള്ള കാര്യം, അതായത് ആരാണ് മത്സരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാകുന്നു. ഒരു പക്ഷേ നാമനിർദ്ദേശ പത്രിക ഇനി ആരൊക്കെ പിൻവലിക്കാൻ സാധ്യതയുണ്ട്, ആരൊക്കെ ആർക്കൊപ്പം ചേരുമെന്നൊക്കെയുള്ളതും ഒരു ട്വിസ്റ്റായി തന്നെ അല്ലെങ്കിൽ ആകാംക്ഷയായി തന്നെ അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്.